എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള രാജ്മ കറിയാണ് കേട്ടോ. അപ്പോൾ രാജ്മ എന്ന് പറഞ്ഞാൽ ഒരു തരം ബീൻസാണ്, അതായത് കിഡ്നി ബീൻസ് എന്നറിയപ്പെടുന്ന ബീൻസാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെയും കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. ചപ്പാത്തിക്ക് പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ശരി, അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ രാജ്മ കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് രാജ്മ, അതായത് ഇത് കിഡ്നി ബീൻസ് ഇല്ലേ നമ്മുടെ, അതാണ് ഈ രാജ്മ എന്നിവിടെ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കണം. അപ്പോൾ ഈ രാജ്മ ഇത് തലേ ദിവസം രാത്രി തന്നെ നമുക്ക് കുതിർത്താട്ടിട്ട് കാലത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുക്കറിൽ 2 വിസിലടിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിതൊരു 3 വിസിലടിപ്പിച്ചപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. 2 വിസിലടിച്ചാൽ തന്നെ അത്യാവശ്യത്തിന് വെന്ത് കിട്ടും. അപ്പോൾ അത് അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് വേവിച്ചെടുക്കുക. പിന്നെ വേണ്ടതിന് സവോള, ഒരു 2 സവോള, അത്യാവശ്യം വലിപ്പത്തിലുള്ള 2 സവോള. ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കണം. എന്താണെന്ന് വിചാരിച്ചാൽ ഇത് മിക്സിയിലൊന്ന് ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ എണ്ണയിരിക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇത്ര വലിപ്പത്തിലെടുത്തേക്കണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. ഇതിന് ഒരു വലിയ ടൊമാറ്റോ. നമുക്കിത് എന്തിനുള്ളതാണെന്നറിയാം, പ്യൂരി എടുക്കാനാണ്, മിക്സിയിൽ അടിച്ചിട്ട് പ്യൂരി എടുക്കാനാണ് കേട്ടോ. ഇനി ഇതിൽ ചേർക്കേണ്ട മസാലകൾ എന്തൊക്കെയാണെന്നുള്ളത് മസാല ചേർക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കാം. പാൻ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതായത് വെളിച്ചെണ്ണ ചേർക്കരുത്, വേറെ എന്ത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചട്ടി ഒന്ന് ചൂടാവട്ടെ. പാൻ നന്നായി ചൂടായി വന്നു. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് സവോള, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്. ഇത് നമുക്ക് ഒന്ന് ഇതാക്കിയിട്ട് വരാം കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അതിന് എണ്ണ നന്നായി ചൂടായി വന്നു. ഈ സമയത്ത് നമുക്കിതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ ജീരകം ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ഇത് നമുക്ക് ചേർക്കേണ്ടത് നമ്മളിത് കണ്ടോ, മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടുള്ള നമ്മുടെ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതാണ് കേട്ടോ. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. നന്നായി ഒരു 2 മിനിറ്റ് വേണ്ടി വരും. നന്നായി ഇളക്കി അതിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ ഒക്കെ നല്ല പച്ചമണം മാറി കിട്ടട്ടെ. ഉള്ളി, അതുപോലെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം നന്നായി മാറി വന്നു. ആ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി ഇത് രാജ്മ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടും എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ കൂടെ ചേർക്കണില്ല മഞ്ഞൾപ്പൊടി എന്നുണ്ടെങ്കിൽ ശരിക്കും ചേർക്കുക, അല്ലെങ്കിൽ കുറച്ചായിട്ട് ചേർക്കുക കേട്ടോ. ഇനി വേണ്ടത് അടുത്തും മുളക് പൊടി, എരിവിന് ആവശ്യമായ മുളക് പൊടി. അത് ഓരോരുത്തരും അവനവൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് മസാല, ഇത് മല്ലിപ്പൊടി. അപ്പോൾ അത് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മല്ലിപ്പൊടി ചേർത്താൽ മതി. ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ഇത് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആകെ കൂടി നമ്മൾ എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് അറിയോ, മഞ്ഞൾപ്പൊടി ചേർത്തു, മുളക് പൊടി ചേർത്തു, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രം, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മൂത്ത് വരണം, പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരണം കേട്ടോ. ഒരു 2 മിനിറ്റ് നന്നായി ഇളക്കി ചേർക്കുക. ഇപ്പോൾ മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്, പച്ചമുളകൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഈ മസാല ചേർക്കുമ്പോൾ വലിയ കട്ടയാവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡ്രൈ ആവുകയാണെങ്കിൽ ഈ രാജ്മ വേവിച്ച് വെച്ചതിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം എന്തെങ്കിലും ചേർത്ത് ഒന്ന് മസാല ലൂസാക്കി എടുക്കുക കേട്ടോ. എങ്ങനെയായാലും നന്നായി വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം നന്നായി മാറിപ്പോണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പം പച്ചമണമൊക്കെ നന്നായി മാറിപ്പോയി. ഇനി വേണ്ടത് ഇതാ, ഞാൻ തക്കാളി ഇവിടെ പ്യൂരി ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അല്ലാണ്ട് മുഴുവൻ തക്കാളി ഇട്ട് അതിൻ്റെ ഫുള്ളായിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ അടിച്ചിടുകയാണ് വേണ്ടത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഈ ടൊമാറ്റോയുടെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. പച്ചമണം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ഈ സമയത്ത് നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾ രാജ്മ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം. ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടില്ല, അത് കാരണം കൊണ്ട് ഈ കറിക്ക് ആവശ്യമായ ഫുൾ ഉപ്പും ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം എന്തായാലും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കൂട്ടിയെടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും കുറച്ച് ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് ഉപ്പും കൂടി ചേർത്ത് ഈ മസാലേനെ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ പച്ചമണം മാറി ഒരു എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരും. അതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായി കണ്ടോ, എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ.
അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള രാജ്മ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായി കുറുകി വന്നോളൂ കേട്ടോ. ഇത് നിങ്ങൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് വേവിച്ചോളൂ. ഇത് ഞാനൊരു 3 വിസിലടിച്ചെടുത്തു, അതുകൊണ്ടാണ് നന്നായി വെന്തിട്ടുണ്ട്. അല്ല കുറവ് വേണ്ടൂ എന്നുണ്ടെങ്കിൽ പക്ഷേ ഇങ്ങനെ കൂടുതലായിട്ട് വേവിച്ചെടുക്കുമ്പോഴാണ് ടേസ്റ്റായിട്ട് വരിക. മനസ്സിലായോ? ആ മസാലയിൽ കിടന്നിട്ട് നന്നായിട്ട് ഇതാവണം, അപ്പോൾ ലൂസായി വരണം. അതിനനുസരിച്ചിട്ട് അത്യാവശ്യം നന്നായി വേവിച്ചെടുക്കണം. അപ്പോഴാണ് ആ കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ 3 വിസിലടിച്ചെടുത്താൽ നന്നായിട്ട് വെന്ത് കിട്ടും. അത് തലേ ദിവസം തന്നെ കുതിർക്കാടണം. കാലത്ത് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ വൈകുന്നേരം ഉണ്ടാകണമെങ്കിൽ കാലത്ത് കുതിർക്കാട്ടിട്ട് വൈകുന്നേരം എടുക്കുക കേട്ടോ. അല്ലാണ്ട് അപ്പളെ വെച്ചിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്താൽ ഇത്ര നന്നായിട്ട് വെന്ത് കിട്ടില്ല, ടേസ്റ്റും കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് മസാലയിൽ കിടന്നിട്ട് നന്നായി ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. നന്നായി വെന്ത് വരുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരിക. അപ്പോൾ 2 മിനിറ്റ് ഇങ്ങനെ കിടന്ന് തിളക്കട്ടെ. അവിടെ കറി ഇപ്പോൾ ഇതാ നന്നായി കുറുകി പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഈ വെള്ളത്തിന് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഇത് രാജ്മ വേവിച്ച വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ കിട്ടും. അല്ല കട്ടയായിട്ട് വേണ്ടതെന്നുണ്ടെങ്കിലോ വെള്ളം അധികം ചേർക്കും വേണ്ട. പിന്നെ അവസാനം എല്ലാ മസാലകളും ചേർത്ത് കൊടുത്തതിന് ശേഷം അവസാനം കുറച്ച് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷല്ലേ, അപ്പോൾ എന്തായാലും ഇതിൽ ചേർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് കസൂരി മെത്തി. അപ്പോൾ അത് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് കസൂരി മെത്തി ചേർത്ത് കൊടുക്കാം. കയ്യിൽ വെച്ച് നന്നായി പ്രസ് ചെയ്ത് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് കൊടുത്താലാണ് നോർത്ത് ഇന്ത്യൻ ഡിഷിന് അതിൻ്റേതായുള്ള ടേസ്റ്റ് ശരിക്കും കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇത് നന്നായി ഇളക്കി ചേർക്കാം. അതിനുശേഷം കുറച്ച് നമുക്ക് ഇത് തെരിയും കൂടി കൂടെ കതറി കൊടുക്കാം. കുറച്ച് തെനിയെ കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില വെതറി കൊടുത്തു. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ കറി പെർഫെക്റ്റായി റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. എന്താ അതിൻ്റെ മണം എന്നറിയോ? ഈ കസൂരി മെത്തിയും ധനിയുടെ ഇലയൊക്കെ ഇട്ടപ്പുണ്ടല്ലോ, നല്ല അടിപൊളി മണമാണ് കേട്ടോ. ഇത് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റും, അതുപോലെ ചോറിൻ്റെ കൂടെയും ഒരുപോലെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ രാജ്മ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. കിഡ്നി ബീൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സാധനമാണ്. ഇവിടെ ഇതിന് രാജ്മ എന്ന് പറയണമെന്ന് മാത്രം. അപ്പോൾ അത് നല്ല പ്രോട്ടീനുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി കറിയാണ്. ചപ്പാത്തിക്ക് അടിപൊളി ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും നമ്മൾ തക്കാളിയൊക്കെ അത്യാവശ്യത്തിന് ചേർക്കണം, കാരണം ഒരു ചെറിയ പുളിരസവും അങ്ങനെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ശരി, എന്നാൽ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിപ്പിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായി കാണുക. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി, നമസ്കാരം.